ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് റമദാൻ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം ഫാറ്റ് ഇല്ലാത്ത പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 സ്പൂൺ വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തരിയുടെ അളവ് കൂടി പോയരുത്, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് തണിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടി കൂടും. അപ്പോൾ കഞ്ഞിയുടെ ആ ടെക്സ്ചർ ഇതിന് കിട്ടൂല. അപ്പം കറക്റ്റുള്ള അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാലിന് ഞാൻ 2 ടേബിൾ സ്പൂൺ തരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരി കുറച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തരിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ അവസാനം ചേർത്ത് കൊടുക്കാം. ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ എളുപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്